നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. 35 വയസ്സ് മുതൽ 60 വയസ്സ് വരെയുള്ള സ്ത്രീകൾക്ക് മാസം 1000 രൂപ ലഭിക്കുന്ന സ്ത്രീ സുരക്ഷാ പദ്ധതിയിൽ ഏപ്രിൽ മാസ ഗഡു അക്കൗണ്ടിൽ എപ്പോഴാണ് വരിക, അപേക്ഷ തള്ളിയവരുടെ ലിസ്റ്റ് എങ്ങനെയാണ് നമുക്ക് കാണാൻ സാധിക്കുക, പണം ലഭിക്കാത്ത ആളുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഇനി ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ചുമെല്ലാം വളരെ വിശദമായി നോക്കാം. അതിനു മുന്നോടിയായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇൻഫർമേഷൻ മീഡിയ എന്ന നമ്മുടെ യൂട്യൂബ് ചാനൽ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങൾ, രാഷ്ട്രീയപരമായ കാര്യങ്ങളൊന്നും വരുന്നതല്ല. ഗവൺമെൻറ്റിൽ നിന്ന് ലഭിക്കുന്ന സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമായിരിക്കും വീഡിയോസുകൾ വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളും അറിയിപ്പുകളും എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. നിങ്ങൾക്ക് ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അപേക്ഷിച്ച പല ആളുകൾക്കും പണം അക്കൗണ്ടിൽ എത്തിയിട്ടില്ല എന്ന് നമ്മുടെ കഴിഞ്ഞ വീഡിയോസിൻ്റെ അടിയിൽ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു. പലർക്കും പല കാരണങ്ങൾ കൊണ്ടാണ് പണം അക്കൗണ്ടിൽ എത്താത്തത്. അത് എന്ത് കാരണം കൊണ്ടാണോ എന്ന് അറിയാൻ നമുക്ക് തന്നെ നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. നമ്മൾ നൽകുന്ന ലിങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആധാർ നമ്പറോ അതല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് പാസ്ബുക്ക് നമ്പറോ അതുമല്ലെങ്കിൽ കെ സ്മാർട്ട് ആപ്ലിക്കേഷൻ നമ്പറോ ഇതിലേതെങ്കിലും ഒന്ന് നൽകിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പെൻഷൻ സംബന്ധമായിട്ട് എല്ലാ കാര്യങ്ങളും അവിടെ അറിയാൻ സാധിക്കും. റിജക്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കാരണം അവിടെ കാണിക്കുന്നുണ്ട്. പലർക്കും പല കാരണം കൊണ്ടാണ് റിജക്റ്റ് ആയിട്ടുള്ളത്. ചില ആളുകൾക്ക് അവരുടെ റേഷൻ കാർഡിൻ്റെ കാർഡ് വ്യത്യാസം കൊണ്ടാണ് അപ്രൂവൽ ആവാത്തത്. മറ്റു ചില ആളുകൾക്ക് പ്രായം തെളിയിക്കുന്ന രേഖ ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് അപ്രൂവൽ ആവാത്തത്. അതുകൊണ്ട് തന്നെ ഇങ്ങനെ എന്തെങ്കിലും രൂപത്തിലുള്ള റിജക്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ കൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്കും പിന്നീട് അപ്രൂവൽ ആകുന്നതാണ്. പല ആളുകളും SLC ബുക്കാണ് അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ കളർ കോപ്പി അപ്ലോഡ് ചെയ്യാതെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോപ്പി അപ്ലോഡ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ ഡേറ്റ് ഓഫ് ബർത്ത് കാണിക്കുന്ന സ്ഥലത്ത് അത് ക്ലിയർ അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. കഴിവതും നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ രേഖകളും ഒറിജിനൽ തന്നെ അപ്ലോഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ മാസത്തെ പെൻഷൻ അക്കൗണ്ടിൽ എത്തിയോ, എന്നാണ് എത്തുക എന്നതെല്ലാം നമുക്ക് ഈ ലിങ്ക് ഉപയോഗിച്ച് ചെക്ക് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് തന്നെ നമുക്ക് ചെക്ക് ചെയ്യാം. സേവന സ്ത്രീ സുരക്ഷാ പെൻഷൻ ഇന്ന് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ലിങ്ക് ലഭിക്കുന്നുണ്ട്. ലിങ്ക് ആവശ്യമുള്ള ആളുകൾ ലിങ്ക് എന്ന് കമൻറ്റ് ചെയ്യുക. ഇപ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലെ 3 മാസത്തെ പെൻഷനാണ് ഇപ്പോൾ എല്ലാ ആളുകൾക്കും അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് കഴിഞ്ഞ മാസം പെൻഷൻ അക്കൗണ്ടിൽ എത്തിയ ആളുകളാണെങ്കിൽ യെസ് എന്നും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ഇനി നമുക്ക് എത്താൻ ബാക്കിയുള്ളത് ഏപ്രിൽ മാസത്തിലെ പെൻഷനാണ്. അത് വരും ദിവസങ്ങൾ തന്നെ, നാളെയോ മറ്റന്നാളോ തന്നെ അതിൻ്റെ അക്കൗണ്ടിലേക്കുള്ള പണം അക്കൗണ്ടിൽ എത്തുന്നതാണ്. അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ സർക്കാർ തലത്തിൽ പൂർത്തിയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴും ഈ ഒരു പെൻഷൻ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ റേഷൻ കാർഡ് ചുവപ്പായിരിക്കണം. അതുപോലെ തന്നെ 35 വയസ്സ് മുതൽ 60 വയസ്സുള്ള സ്ത്രീകളായിരിക്കണം. മാസം സർക്കാരിൽ നിന്ന് മറ്റ് ആനുകൂല്യങ്ങളോ പെൻഷൻ ലഭിക്കാത്ത ആളുകളായിരിക്കണം. ഇങ്ങനെയുള്ള ആളുകൾക്കാണ് ഇപ്പോൾ ഈ ഒരു പെൻഷൻ ലഭിക്കുക. ഇതൊരു പെൻഷൻ പദ്ധതി ആയതുകൊണ്ട് തന്നെ ഇനി പുതിയ സർക്കാരുകൾ വന്നാൽ ഇത് നിലനിൽക്കുമെന്നാണ് ഇപ്പോൾ അറിയുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയും അപേക്ഷ സമർപ്പിക്കാത്ത ഒരുപാട് ആളുകളുണ്ട്. അവർ എത്രയും പെട്ടെന്ന് അപേക്ഷ സമർപ്പിക്കുക. നമുക്കറിയാം, ഇനി വളരെ കുറഞ്ഞ ദിവസങ്ങൾ മാത്രമാണ് ഒരു പുതിയ ഭരണസമിതിക്ക് കേരളത്തിൽ അധികാരത്തിൽ വരാനുള്ളത്. അവർ അധികാരത്തിൽ വരുന്ന സമയത്ത് ഇതുപോലത്തെ ഒരുപാട് ആനുകൂല്യങ്ങളും ഒരുപാട് അറിയിപ്പുകളും ഉണ്ടായിരിക്കും. ഈ അറിയിപ്പുകൾ നിങ്ങൾക്ക് മിസ് ചെയ്യാതെ പെട്ടെന്ന് തന്നെ ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.